ഞാനിന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം റോഡ് ട്രാഫിക് ആക്സിഡന്റിനെ പറ്റിയാണ്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ മരണ കാരണമാകുന്ന ഇതാണ് റോഡ് ട്രാഫിക് ആക്സിഡന്റ്. അപ്പം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു റോഡ് ട്രാഫിക് ആക്സിഡന്റ് പറ്റിയ ഒരാളെ നമ്മൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ, സീനിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെ നമ്മൾ ചെയ്യണം, അതുപോലെ എന്തൊക്കെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം, അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഒരു റോഡ് ട്രാഫിക് ആക്സിഡന്റ് പറ്റിയ ഒരു വ്യക്തിക്ക് നല്ലൊരു ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ കഴിഞ്ഞാൽ 50% മരണവും അതുപോലെ തന്നെ വൈകല്യം ഉണ്ടാകാനുള്ള കാരണങ്ങളും നമുക്ക് പരിഹരിക്കാൻ കഴിയും. നമ്മൾ ആദ്യം ഒരു റോഡ് ട്രാഫിക് ആക്സിഡന്റ് പറ്റിയ ഒരു വ്യക്തിനെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാരണം സീന് സേഫ് ആണെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ആള് ഇപ്പം റോഡിൻ്റെ നടുക്ക് ആക്സിഡൻ്റ് ആയി കിടക്കുകയാണെന്ന് തന്നെ കരുതുക. അപ്പം നമ്മൾ ഫസ്റ്റ് നമ്മുടെ ലൈഫിന് പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. നമ്മളിപ്പം പോകുന്നതിന് മുന്നേ വേറെ കാറുകളോ അല്ലെങ്കിൽ വാഹനങ്ങളോ വരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തുക. എന്നിട്ട് ആളെ അപ്രോച്ച് ചെയ്യുമ്പോൾ സീൻ സേഫ് ആണെന്ന് നോക്കിക്കഴിഞ്ഞ് നെക്സ്റ്റ് നമ്മൾ ആളെ ഒരു സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തോട്ട് നമ്മൾ എത്തിക്കുക. ഒരിക്കലും നമ്മൾ അലക്ഷ്യമായി വലിച്ച് അഴയ്ക്കാതെ നോക്കുക. നമ്മൾ ആളുടെ കഴുത്തിൻ്റെ എല്ലിന് വളരെ പ്രാധാന്യം കൊടുക്കണം. നമ്മൾ എങ്ങനെയെങ്കിലും അയാളെ വലിച്ച് ഒരു സൈഡിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്തിൻ്റെ എല്ലിൽ ക്ഷതമേൽക്കാനും അതിൻ്റെ കൂടെ നമ്മുടെ നട്ടലിലെ പുറകെ കൂടെ പോകുന്ന സ്പൈനൽ കോഡിന് ഡാമേജ് സംഭവിക്കാനും അതുമൂലം റെസ്പിറേറ്ററി അല്ലെങ്കിൽ കാർഡിയക് അറസ്റ്റും വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ കഴുത്തിന് എല്ലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആളെ നമ്മൾ ഒരു സൈഡിലോട്ട് മാറ്റിക്കെടുത്തുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ആള് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് തന്നെ ആംബുലൻസിനെ വിളിച്ചിട്ട് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഏർപ്പാട് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, അഥവാ റെസ്പോണ്ട് ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ ബ്രീത്ത് ചെയ്യുന്നുണ്ടോ നോക്കുക. ബ്രീത്ത് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് പൾസ് ചെക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ നമ്മൾ പൾസ് ചെക്ക് ചെയ്യുക. അപ്പം മോസ്റ്റ് ഓഫ് നമുക്ക് പബ്ലിക്കിലുള്ള ആൾക്ക് പൾസ് സെൻട്രൽ പൾസ് ചെക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നെക്സ്റ്റ് ഉള്ള ട്രീറ്റ്മെൻറ്റ്. എത്രയും പെട്ടെന്ന് നമ്മൾ CPR സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആളുടെ ജീവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിപ്പം റെസ്പോണ്ട് ചെയ്യാത്ത ആളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. റെസ്പോണ്ട് ചെയ്യുന്ന ആളാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ നോക്കേണ്ടത് എവിടെന്നെങ്കിലും ബ്ലീഡിങ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്കത് കംപ്രസ് ചെയ്ത് പിടിക്കാം. ഒരിക്കലും നമ്മൾ ഈ ആക്സിഡന്റ് പറ്റി കിടക്കുന്ന ആളെ എണീപ്പിച്ചിരുത്താനോ അതുപോലെ തന്നെ വെള്ളം കൊടുക്കാനോ നമ്മൾ ശ്രമിക്കരുത്. വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലങ്സിലോട്ട് റെസ്പോൺസ് കുറവുള്ളതെന്ന് വെച്ചാൽ, കുടിച്ചിറക്കാൻ കഴിയാത്ത ആളാണെങ്കിൽ മോസ്റ്റ്ലി ആക്സിഡൻ്റൊക്കെ സംഭവിക്കുമ്പോൾ തലച്ചോറിനൊക്കെ ക്ഷതമേൽക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം ഈ റെസ്പോണ്ട് കുറവുള്ള ആളാണെങ്കിൽ അവര് ലങ്സിലോട്ട് പോകാനും പിന്നെ അതുപോലെ തന്നെ ആസ്പിറേഷൻ ന്യൂമോണിയ പോലത്തെ ഇൻഫെക്ഷൻസ് വരുന്ന ചാൻസസ് ഒക്കെ കൂടുതലാണ്. അപ്പം നമ്മൾ നെക്സ്റ്റ് അറിയേണ്ടതെന്ന് വെച്ചാൽ ഒരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ അവർ എന്ന് പറയുന്നൊരു ടൈമുണ്ട്. അത് യൂഷ്വലി 1 hour ആണ്. 1 മണിക്കൂർ കൊണ്ട് നമുക്കൊരു പേഷ്യൻറ്റിനെ പെട്ടെന്ന് തന്നെ ഒരു ടെറിഷറി കെയർ സെന്ററിൽ എത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ സർവൈവൽ ചാൻസസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഉണ്ടാവുന്ന വൈകല്യങ്ങൾ വരാതിരിക്കാനും നമുക്ക് സഹായിക്കും. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഒരു ട്രോമ പറ്റിയ ആൾ കിടക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യണമെന്നാണ്. പലപ്പോഴും നമ്മൾ കണ്ടുവരുന്നത്, എങ്ങനെയെങ്കിലും അലക്ഷ്യമായി വലിച്ചു കയറ്റിയ ഒരു ഓട്ടോയിലോ അല്ലെങ്കിൽ കാറിൻ്റെ പുറകിലൊക്കെ ഇട്ട് കൊണ്ടുവരുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. മാക്സിമം ഒരു ആംബുലൻസിൽ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക. പിന്നെ നമ്മളിപ്പോൾ ഒറ്റയ്ക്കാണെങ്കിൽ 2-3 ആൾക്കാരെ സഹായത്തിന് വിളിക്കുക. പിന്നെ ഒരാൾ എപ്പോഴും കഴുത്തിൻ്റെ എല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിൽ പിടിക്കണം. അത് കഴിഞ്ഞിട്ട് 2 പേര് സൈഡിൽ പിടിച്ച് ചരിച്ചിട്ട് മാത്രമേ ഒരു സ്പൈൻ ബോർഡ് വെച്ച് ഒരു ബോർഡിൽ തന്നെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആളുടെ സ്പൈനിന് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട്. സ്പൈനിന് പ്രൊട്ടക്ഷൻ നൽകുന്നതുകൊണ്ട് നമുക്ക് വൈകല്യങ്ങൾ വരാനുള്ള ചാൻസ് കുറയുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഒരു ആക്സിഡന്റ് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ ഓർഗൻ ഡാമേജസ് ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്റേണൽ ഓർഗൻസ് ഡാമേജും പിന്നെ രക്തസ്രാവവും വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത് മെയിൻ പ്രയോറിറ്റി. ഇങ്ങനെ ഒരു സംഭവത്തിൽ പോളിട്രോമ ടെറിഷറി കെയർ ഉള്ള സ്ഥലത്ത് എന്ന് വെച്ചാൽ ഡിപ്പാർട്ട്മെന്റൽ കെയറും കിട്ടാൻ പറ്റിയ ഒരു സ്ഥലത്ത് തന്നെ എത്തിക്കാൻ ശ്രമിക്കുക. ഇപ്പം ഹോസ്പിറ്റലിൽ നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഇപ്പം
ഈ ലൈക്ക് സ്കാനിങ് സൗകര്യം, എക്സ്റേ സൗകര്യം, അതുപോലെ തന്നെ ന്യൂറോ സർജറി, ഓർത്തോ, എല്ലാ ഡിപ്പാർട്ട്മെന്റും നമുക്ക് ഒരുമിച്ച് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.